ഇതേ ഞങ്ങൾ 3 പേരും കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിക്കാട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്ക് ലേറ്റ് ആയി എന്നാണ് വിചാരിച്ചത്. പക്ഷെ ലേറ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല, കറക്റ്റ് സമയത്ത് തന്നെ എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും ഇസമോള് ഉറങ്ങിപ്പോയേ. അങ്ങനെ ഞങ്ങൾ മൂവി കണ്ട്. നല്ല മൂവിയാണ്, ഒരു രക്ഷയില്ല. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. അങ്ങനെ ഇന്റർവെല് കഴിഞ്ഞ് നല്ല ടേണിംഗ് പോയിന്റ് ആയപ്പോഴത്തേക്കും ഇസമോള് എഴുന്നേച്ചിട്ട് ഭയങ്കര വയലന്റ് ആയിരുന്നു. അപ്പൊ തന്നെ ടീനും ഇറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ടീമിന് മൊത്തമായിട്ട് കാണാൻ പറ്റിയില്ല. പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. ഉച്ചയ്ക്കൊന്നും കഴിക്കാതെ തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു. സോ അതിന്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള കെയ ബേക്കേഴ്സിൽ കയറിയിട്ട് ഞങ്ങൾ ഒരു പ്ലേറ്റ് ഷവർമ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ഇതാരാന്ന് പറഞ്ഞില്ലല്ലോ, ഇതെന്റെ അനിയത്തിയാണ് ടീനു. ഇതവളുടെ കുഞ്ഞാണ് കേട്ടോ, മെലിസ. ഇസമോളെ എന്നാട്ടോ ഞങ്ങൾ വിളിക്കാറ്. ആള് ഭയങ്കര കാമാണ്, പക്ഷെ ഇന്ന് ഭയങ്കര വയലന്റ് ആയിരുന്നു. എന്താണെന്നറിയത്തില്ല, ഉറക്കം ശരിയായില്ല എന്ന് തോന്നുന്നു. ഫെബ്രുവരി 29 എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ. പക്ഷേ ഇപ്രാവശ്യം 29 ഇല്ലാത്തതുകൊണ്ട് തന്നെ 28 ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവൾ വിളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവളെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല അന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞാൽ നമുക്ക് സൺഡേ പുറത്ത് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാട്ടോ പുറത്തോട്ട്. ഈ 29th ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾ എന്നാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നതെന്ന്? 28 അല്ലെങ്കിൽ മാർച്ച് 1 എന്ന്. ആദ്യക്കൂട്ടിനെ അമ്മയുടെ അടുത്താക്കിയിട്ട് വന്നതുകൊണ്ട് തന്നെ വേറെ എങ്ങും കയറാൻ ഞങ്ങൾ നിന്നില്ല. ഉടനെ തന്നെ ഒരു യൂബർ ബുക്ക് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ.